The peroxide effect is not observed in the case of HF, HCl and HI. Why? This is a question. നമുക്കറിയാം പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെറോക്സൈഡ് എഫക്റ്റ് മീൻസ് an alkene, for example an unsymmetrical alkene CH3 CHA double bond CH2 അല്ലേ? Alkene reacts with a hydrogen bromide in the presence of a peroxide, okay, to give an anti-Markovnikov's product. What is the anti-Markovnikov's product here? CH3 CH2 CH2Br. okay, ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് HBr ആഡ് ചെയ്യപ്പെട്ടു. പക്ഷേ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം, ദാറ്റ് ഈസ് ബ്രോമിൻ, is not going to the carbon atom bearing least number of hydrogen, but it is going to the carbon atom having maximum number of hydrogen. ഈ കാർബണിലേക്കാണ് ബ്രോമിൻ പോകുന്നത് അല്ലേ? അത് ആൻറ്റി മാർക്കോണിക്കോവ്സ് പ്രൊഡക്റ്റ് ആണ്. ആൻറ്റി മാർക്കോണിക്കോവ്സ് പ്രൊഡക്റ്റ്. ആൻറ്റി മാർക്കോണിക്കോവ്സ് പ്രൊഡക്റ്റ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് പെറോക്സൈഡ് എഫക്റ്റ് ഓർ കറാഷ് എഫക്റ്റ്. ഓക്കെ, പക്ഷേ ഈ പെറോക്സൈഡ് എഫക്റ്റ് HBrന്റെ കേസിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതേ റിയാക്ഷൻ നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡോ ഹൈഡ്രജൻ ഫ്ലൂറൈഡോ ഹൈഡ്രജൻ അയഡൈഡോ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെറോക്സൈഡ് എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് പരിശോധിച്ച് നോക്കാം എന്തുകൊണ്ടാണ്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറാഷ് എഫക്റ്റിൻ്റെ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റിൻ്റെ മെക്കാനിസം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ ക്ലാസ് കാണുക. ആ ക്ലാസ് കണ്ടെങ്കിൽ മാത്രമേ, അതായത് മെക്കാനിസം അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ആദ്യം ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് പെറോക്സൈഡ് എഫക്റ്റ് സംഭവിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് ഹൈഡ്രജൻ ഫ്ലോറൈഡിനുള്ളത്. ബോണ്ട് സ്ട്രെങ്ത് ഈസ് വെരി ഹൈ. ഒന്നാമത്തെ കാര്യം അതാണ്, ബോണ്ട് സ്ട്രെങ്ത് ഹൈ. ഓക്കെ, ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഹൈ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈലി പോളറാണ്. ഈ ബോണ്ട് ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലുള്ള ബോണ്ട് ഇറ്റ് ഹൈലി പോളാർ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ ഹോമോളിറ്റിക് ക്ലീവേജ് ഓഫ് ദ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഈസ് വെരി ഡിഫിക്കൾട്ട്. നമുക്കറിയാം ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇനിഷ്യേഷൻ സ്റ്റെപ്പ് നടക്കണം അല്ലേ? ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ROR. This is a peroxide. Peroxide undergo homolytic cleavage to give RO radicals, alkoxyl radicals. ഇങ്ങനെ ഉണ്ടാകുന്ന ആൽക്കോക്സിൽ റാഡിക്കൽസ്, RO റാഡിക്കൽ എന്ത് ചെയ്യും? ദിസ് ഷുഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അല്ലേ? ഇത് ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യണം. ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഇലക്ട്രോൺ ഫ്ലൂറിൻ്റെ സൈഡിലേക്കും ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ സൈഡിലേക്കും പോകുന്നു. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും അതുപോലെ ഓക്സിജൻ്റെ ഇലക്ട്രോണും തമ്മിൽ പെയർ ചെയ്ത് ഷെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്തുണ്ടാകണം? ROH പ്ലസ് ഫ്ലൂറിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ HF ബോണ്ടിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായതുകൊണ്ട്, അതുപോലെ HF ബോണ്ട് ഹൈലി പോളാർ ആയതുകൊണ്ട്, ഓക്കെ, ഇങ്ങനെ ഒരു ഹോമോളിറ്റിക് ക്ലീവേജ് ഇവിടെ സാധ്യമല്ല. അപ്പോൾ ഈ റിയാക്ഷൻ സംഭവിക്കത്തില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് നടക്കില്ല. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിൽ ബാക്കി പ്രൊപ്പഗേഷൻ സ്റ്റെപ്പുകൾക്കൊന്നും സാധ്യതയില്ല. ഇനിഷ്യേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രൊപ്പഗേഷൻ സ്റ്റെപ്പുകളില്ലേ, ആ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ കേസിൽ പെറോക്സൈഡ് എഫക്റ്റ് നടക്കാത്തത്. ഇനി നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെയും ഹൈഡ്രജൻ അയഡൈഡിൻ്റെയും കേസിലേക്ക് നോക്കാം. എന്താണ് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെയും ഹൈഡ്രജൻ അയഡൈഡിൻ്റെയും കേസിൽ എന്താണ് പെറോക്സൈഡ് എഫക്റ്റ് സംഭവിക്കാത്തതെന്നാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഈ രണ്ട് കേസുകളിലും, ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കേസിലും ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കേസിലും ഇനിഷ്യേഷൻ സ്റ്റെപ്പിന് പ്രശ്നമൊന്നുമില്ല. രണ്ട് റിയാക്ഷൻസും ഇനിഷ്യേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനിഷ്യേഷൻ സ്റ്റെപ്സ് ആർ പാസ്ഡ് ടു പ്രൊഡ്യൂസ് ക്ലോറിൻ ആൻഡ് അയഡിൻ ഫ്രീ റാഡിക്കൽസ്. എങ്ങനെയാണ് ഇനിഷ്യേഷൻ സ്റ്റെപ്പ് നടക്കുന്നത്? നമ്മളുടെ RO ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ RO ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു അല്ലേ?
അതായത് ROOR അവിടെ ഹോമോളിറ്റിക് ക്ലീവേജ് സംഭവിച്ച് ഇവിടെ എന്ത് ചെയ്യും 2RO റാഡിക്കൽസ് ഫോം ചെയ്യും. എങ്ങനെ ഫോം ചെയ്യുന്ന RO റാഡിക്കൽ? ഇത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ RO ഫ്രീ റാഡിക്കൽ that will react with hydrogen bromide or hydrogen chloride or hydrogen iodide. ഞാൻ തൽക്കാലം അതിനെ HX എന്ന് വിളിക്കുകയാണ്. where X is equal to chlorine or iodine. ഓക്കെ, അപ്പം HXുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എങ്ങനെ? ഹോമോളിറ്റിക് ക്ലീവേജ് നടന്ന് റിയാക്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. then we will get this product ROH plus X radical where X is equal to Cl or I. അപ്പോൾ നമുക്കിവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? ഒന്നുകിൽ X റാഡിക്കലാണ് ഫോം. X റാഡിക്കൽ മീൻസ് Cl റാഡിക്കൽ ഓർ അയഡിൻ റാഡിക്കൽ. ഇത് ഫോം ചെയ്യും. അപ്പോൾ ഇനിഷ്യേഷൻ സ്റ്റെപ്പിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം നടക്കുന്നത് അറിയാമോ? പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ കേസിൽ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ക്ലോറിൻ്റെ കേസിലാണ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ക്ലോറിൻ്റെ കേസിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഫ്രീ ആവുന്ന ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അല്ലേ? ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ റിയാക്ട് വിത്ത് ആൽക്കീൻ അല്ലേ? ഞാൻ സിമ്പിൾ ആൽക്കിനായ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ പർപ്പസിന് ഇത് മതി. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ അല്ല. ഫോർ അവർ പർപ്പസ് ദിസ് ഈസ് ഇനഫ്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുന്നുണ്ടോ നടക്കുന്നില്ലയോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റിയാക്ഷൻ എഴുതി കാണിക്കുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയും ഹോമോളിറ്റിക് ക്ലീവേജ് സംഭവിക്കണം അല്ലേ? ഹോമോളിറ്റിക് ക്ലീവേജ്. അപ്പം ഇവിടുത്തേത് ഇങ്ങനെ വന്ന് ഈ ക്ലോറിൻ്റെ ഇലക്ട്രോണുമായിട്ട് ഈ കാർബണിൻ്റെ ഇലക്ട്രോണ് ഷെയർ ചെയ്യപ്പെടും, പെയറായി ഷെയർ ചെയ്യപ്പെടും. അങ്ങനെ എന്ത് ഫോം ചെയ്യും? ഇറ്റ് വിൽ ഫോം ClCH2 സിംഗിൾ ബോണ്ട് CH2 റാഡിക്കൽ അല്ലേ? ആൽക്കൈൽ റാഡിക്കൽ ഫോം ചെയ്യും. ഈ റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഇതാണ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത് അറിയാമോ? രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയുണ്ടാകുന്ന ആൽക്കൈൽ റാഡിക്കൽ, അതായത് ClCH2 റാഡിക്കൽ ആൻഡ് ദിസ് വിൽ റിയാക്ട് വിത്ത് അനദർ മോളിക്യൂൾ ഓഫ് HCl അല്ലേ? അനദർ മോളിക്യൂൾ ഓഫ് HCl. ഇപ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? HCluമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹോമോളിറ്റിക് ക്ലീവേജ് സംഭവിക്കുന്നു അല്ലേ? ഇവിടുത്തെ ഇലക്ട്രോണുകൾ പെയർ ചെയ്ത് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പം എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? വി വിൽ ഗെറ്റ് ClCH2 then single bond CH2 then it will react with hydrogen അല്ലേ? CH2H നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ CH3 എന്ന് എഴുതാം അല്ലേ? CH2H മീൻസ് CH3 പ്ലസ് ദ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, ക്ലോറിൻ റാഡിക്കൽ. പക്ഷേ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് ഒരു എൻഡോതെർമിക് സ്റ്റെപ്പാണ്. എൻഡോതെർമിക് സ്റ്റെപ്പ്. ഈ എൻഡോതെർമിക് സ്റ്റെപ്പിൻ്റെ പ്രശ്നം എന്താണ്? എൻഡോതെർമിക് സ്റ്റെപ്പ് മീൻസ് ഇറ്റ് ഹാസ് ടു കൺസ്യൂം ദ എനർജി. പക്ഷേ ഈ ഒരു പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എൻഡോതെർമിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എൻഡോതെർമിക്കായിട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ എൻഡോതെർമിക്കായിട്ടുള്ള പ്രൊപ്പഗേഷൻ സ്റ്റെപ്പും എന്നാൽ എക്സോതെർമിക്കായിട്ടുള്ള ടെർമിനേഷൻ സ്റ്റെപ്പും തമ്മിൽ കോമ്പീറ്റ് ചെയ്യപ്പെടും. ടെർമിനേഷൻ സ്റ്റെപ്പുകൾ എപ്പോഴും എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷനുകളാണ് ടെർമിനേഷൻ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ടെർമിനേഷൻ സ്റ്റെപ്പ്, ഇവിടുത്തെ ടെർമിനേഷൻ സ്റ്റെപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഉണ്ടാകുന്ന ആൽക്കൈൽ റാഡിക്കൽ ഓക്കെ, ClCH2 റാഡിക്കൽ. ഓക്കെ, this radical then again react with another radical CH2Cl. ഇങ്ങനെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? that will become ClCH2 then CH2Cl അല്ലേ? ഇതായിട്ട് മാറും. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ടെർമിനേഷൻ സ്റ്റെപ്പ് ആയതുകൊണ്ട്
ഇത് എക്സോതെർമിക് ആണ്, എക്സോതെർമിക്. അപ്പോൾ എവിടെയാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന് അറിയാമോ? ഇവിടെയുള്ള പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, എൻഡോതെർമിക് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ സ്റ്റെപ്പും ഇവിടെയുള്ള എക്സോതെർമിക് ആയിട്ടുള്ള ടെർമിനേഷൻ സ്റ്റെപ്പും തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ റാഡിക്കൽ, ഓക്കെ, ആൽക്കൈൽ റാഡിക്കൽ എൻഡോതെർമിക് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് ഏർപ്പെടണോ അതോ എക്സോതെർമിക് ആയിട്ടുള്ള ടെർമിനേഷൻ സ്റ്റെപ്പിലേക്ക് ഏർപ്പെടണോ? ഏതാണ് കൂടുതൽ അതിന് ഇഷ്ടം? തീർച്ചയായിട്ടും എനർജി റിലീസ് ചെയ്ത് പോകുന്ന എക്സോതെർമിക് സ്റ്റെപ്പിലേക്ക് പങ്കെടുക്കാനായിരിക്കും അതിന് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കില്ല, അതൊരു എനർജി കൺസ്യൂമിംഗ് ആയിട്ടുള്ള എൻഡോതെർമിക് പ്രോസസ്സിലേക്ക് അത് പെടത്തില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന, അതായത് ഈ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ആൽക്കൈൽ റാഡിക്കൽ ഒരു നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് പകരം ഇറ്റ് വിൽ ഗോ ഫോർ ദ ടെർമിനേഷൻ സ്റ്റെപ്പ്, ബിക്കോസ് ദ ടെർമിനേഷൻ സ്റ്റെപ്പ് ഈസ് എക്സോതെർമിക് ആൻഡ് ദ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ഈസ് എൻഡോതെർമിക്. അതുകൊണ്ട് ഇവിടുത്തെ പ്രൊപ്പഗേഷൻ പിന്നീട് നടക്കത്തില്ല. പ്രൊപ്പഗേഷൻ നടന്നില്ല, റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ആ റിയാക്ഷൻ പിന്നീട് പ്രൊസീഡ് ചെയ്യത്തില്ല, പകരം അത് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇനി എന്താണ് ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കേസിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്? അപ്പോൾ ഹൈഡ്രജൻ അയഡൈഡിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇനിഷ്യേഷൻ സ്റ്റെപ്പിന് യാതൊരു പ്രശ്നവുമില്ല. ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ എന്ത് ഫോം ചെയ്യും? അയഡിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും, എക്സ് റാഡിക്കൽ അഥവാ അയഡിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഇനി ഇങ്ങനെ വരുന്ന അയഡിൻ ഫ്രീ റാഡിക്കലിന് ഇനി എന്ത് ചെയ്യണം? അയഡിൻ ഫ്രീ റാഡിക്കൽ ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യണം. അതല്ലേ നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് നടക്കുന്നത് നമുക്ക് നോക്കാം. സി ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അയഡിൻ ഫ്രീ റാഡിക്കൽ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ദ ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ? അപ്പോൾ ഇത് ഹോമോളിറ്റിക് ആയിട്ട് ക്ലീവ് ചെയ്യണം. ഇതിങ്ങനെ എന്ത് ചെയ്യണം? ഈ കാർബണിൻ്റെ ഇലക്ട്രോണും ഈ അയഡിൻ്റെ ഇലക്ട്രോണും പെയർ ചെയ്ത് ഷെയർ ചെയ്യപ്പെടണം. അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അയഡിനും കാർബണും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ CH2 സിംഗിൾ ബോണ്ട് CH2 റാഡിക്കൽ, ആൽക്കൈൽ റാഡിക്കൽ ഫോം ചെയ്യുന്നു അല്ലേ? ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് സ്റ്റെപ്പാണ്. എൻഡോതെർമിക് സ്റ്റെപ്പാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എൻഡോതെർമിക് ആയി കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. ബിക്കോസ് ദ ടെർമിനേഷൻ സ്റ്റെപ്സ് ആർ എക്സോതെർമിക് അല്ലേ? അപ്പോൾ ഇവിടെ ഈ അയഡിൻ ഫ്രീ റാഡിക്കൽ ഇങ്ങനെ ഒരു എൻഡോതെർമിക് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് പകരം അത് എന്ത് ചെയ്യുന്നറിയാമോ? ഇത് പ്രൊപ്പഗേഷനാണ്, മറന്നു പോകരുത്, ഇത് പ്രൊപ്പഗേഷനാണ്, പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. ഇങ്ങനെ ഒരു പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് പകരം അതൊരു ടെർമിനേഷൻ സ്റ്റെപ്പിലേക്ക് പോകും. ഏതായിരിക്കും ആ ടെർമിനേഷൻ സ്റ്റെപ്പ്? ഇവിടെയുള്ള അയഡിൻ ഫ്രീ റാഡിക്കൽ ഈ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ പോകുന്നതിന് പകരം അയഡിൻ ഫ്രീ റാഡിക്കൽ ദേ വിൽ കമ്പൈൻ ഈച്ച് അതർ ആൻഡ് ഫോം ദ അയഡിൻ മോളിക്യൂൾ. ഓക്കെ, ഇതൊരു ടെർമിനേഷൻ സ്റ്റെപ്പാണ്. ഇതെന്താണ്? എക്സോതെർമിക് സ്റ്റെപ്പാണ്. എക്സോതെർമിക് സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന, അതായത് ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് വരുന്ന അയഡിൻ ഫ്രീ റാഡിക്കൽ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകാതെ, എൻഡോതെർമിക് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലേക്ക് പോകാതെ they will directly go to the termination step, so that two iodine free radicals will combine to form the iodine molecule. So propagation cannot happen further അല്ലേ? ഈ പ്രൊപ്പഗേഷൻ പിന്നീട് നടക്കില്ല, റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് HI മോളിക്യൂളിന് ഈ പെറോക്സൈഡ് എഫക്റ്റ് HI മോളിക്യൂൾ കാണിക്കില്ല. അപ്പം HBr മോളിക്യൂൾ മാത്രമാണ് പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കുന്നത്. HFO, HClO, HIO പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കില്ല. ഏത് മാത്രമേ കാണിക്കത്തുള്ളൂ? HBr മാത്രമേ പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കത്തുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.